കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ് ധ്രുവീകരണം. രമേശ് ചെന്നിത്തലയും വി.എം. സുധീരനും ഒന്നിക്കുന്നു. ഇരുവരും ആലപ്പുഴയിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ നീക്കം ശക്തമാക്കാൻ ധാരണയിലെത്തിയതായും സൂചനയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഏകപക്ഷീയമായ നിലപാടുകൾക്കും നയങ്ങൾക്കുമെതിരെയാണ് KPCC പ്രസിഡന്റ് വി.എം. സുധീരനും രമേശ് ചെന്നിത്തലയും കൈകോർക്കുന്നത്. ഇതിന് ഹൈക്കമാൻഡിന്റെ രഹസ്യ പിന്തുണയുണ്ടെന്നാണ് സൂചന. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി ഡൽഹിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലെത്തിയ വി.എം. സുധീരനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇരുവരും 15 മിനിറ്റ് നേരം കൂടിക്കാഴ്ച നടത്തി. DCC പ്രസിഡന്റ് A. ഷുക്കൂർ, KC വേണുഗോപാൽ തുടങ്ങി ഐ ഗ്രൂപ്പ് നേതാക്കളും വി.എം. സുധീരനോടൊപ്പം നിൽക്കുന്ന KPCC പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. യാദൃച്ഛികമായി വന്നതാണ്. ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിന്ന് വന്നു. ഇന്ന് ആലപ്പുഴ ഈ പരിപാടിയുണ്ട്. അതുപോലെ നമ്മുടെ പഴയ കോൺഗ്രസ് പ്രവർത്തകനായ അകാലത്തിൽ നമ്മൾ വിട്ടുപോയ ചെട്ടിയാരുടെ കുടുംബത്തിന് വീട് വെച്ച് ഇന്ന് കൈമാറുന്ന ദിവസമാണ്. ഇത് രണ്ടിലും പങ്കെടുത്ത് എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ രമേശ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അവിടെ വന്നു സംസാരിച്ചതല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യവും ഒരു തരത്തിലുള്ള സ്വഭാവം, അതിനായുള്ള സ്നേഹ സ്വഭാവം മാത്രമേ ഉള്ളൂ. താങ്ക് യു. പിന്നെ ഷാജിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രഹസ്യ സ്വഭാവം കൂടിക്കാഴ്ചയിൽ ഇല്ല എന്നാണ് വി.എം. സുധീരൻ പറയുന്നതെങ്കിലും ഇതിന് പിന്നിൽ ചില രഹസ്യ അജണ്ടകളുണ്ടെന്നാണ് പ്രവർത്തകർ പറയുന്നത്. എന്നാൽ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ല. കോൺഗ്രസിനുള്ളിൽ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പടയൊരക്കം ശക്തമാകുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. AK ആന്റണിയുടെ പരോക്ഷമായ വിമർശനവും അതിന് പിന്നാലെ സംസ്ഥാന നേതാക്കളുടെ ചില വിമർശനങ്ങളും ഉന്നം വയ്ക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെയാണ്. വരും ദിവസങ്ങളിൽ ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്നാണ് സൂചന. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേരളത്തിൽ സർവത്ര അഴിമതിയെന്ന് AK ആന്റണി പറഞ്ഞത് ശരിയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അഴിമതിക്കെതിരെ വിരൽ ചൂണ്ടാൻ ഏറ്റവും അർഹൻ AK ആന്റണി തന്നെയാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. KM മാണിക്കെതിരെ തെളിവ് നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും UDF സർക്കാർ 5 വർഷം തികയ്ക്കുക തന്നെ ചെയ്യുമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. അഴിമതിക്കെതിരെ ജാഗ്രത പുലർത്തണം. അതിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആന്റണി പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക ഇതുമായി ബന്ധപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ ശരിയാണോ? ഗ്രൂപ്പ് പോര് തകരുന്ന കോൺഗ്രസിനെതിരെ നിലപാടുമായി UDF-ലെ ഘടകകക്ഷികൾ. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മേഖലാ ജാഥകൾ വേണോ എന്ന് അടിയന്തര UDF യോഗം ചേർന്ന് തീരുമാനിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ നിലപാടിനെ പിന്തുണച്ച് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും ജനതാദൾ യുവും രംഗത്തെത്തി. അതേസമയം മേഖലാ ജാഥകൾ 19-ന് തന്നെ നടത്തുമെന്ന് UDF കൺവീനർ PP തങ്കച്ചൻ അറിയിച്ചു. ബാർക്കോഴ അഴിമതിയും കോൺഗ്രസിലെ തമ്മിലടിയും ഉൾപ്പെടെയുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിനെതിരെ ഘടകകക്ഷികൾ നിലപാടെടുത്തത്. UDF മേഖലാ ജാഥകൾ വേണോ എന്ന് നാളെ തന്നെ യോഗം ചേർന്ന് തീരുമാനിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് ആവശ്യപ്പെട്ടു. വിവാദങ്ങൾ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് എല്ലാവരും യോഗം ചേർന്ന് തീരുമാനിക്കണം. കാരണം ഇങ്ങനെ ഒരു പരസ്യ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഭംഗിയില്ല. അതുകൊണ്ട് ഒന്നുകിൽ വിവാദങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായിട്ട് പോകണം, അല്ലായെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കണം. അതിന് നാളെ യോഗം ചേരണം എന്നാണ് എല്ലാവരും തിരുവനന്തപുരത്ത് നാളെ ഉണ്ട്, അതുകൊണ്ട് യോഗം ചേരാലോ എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണി. മുസ്ലിം ലീഗ് എടുത്ത നിലപാടിനെ പിന്താങ്ങി കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ചെയർമാൻ ജോണി നെല്ലൂർ രംഗത്തെത്തി. ലീഗ് പറഞ്ഞതിൽ തെറ്റില്ലെന്നും സംഭവങ്ങളിൽ നിരാശയുണ്ടെന്നും ജോണി നെല്ലൂർ പീപ്പിൾ TVയോട് പറഞ്ഞു. പരസ്പരം വിഴുപ്പലക്കി മേഖലാജാഥ നടത്തുന്നത് എങ്ങനെ ശരിയാകും? ഈ പരസ്പരം വിഴുപ്പലക്കിക്കൊണ്ട് നമ്മളൊരു ജാഥയ്ക്ക് പോകുന്നത് എത്രമാത്രം ശരിയാകും? ആദ്യം വിഴുപ്പലക്കൽ നിർത്തട്ടെ, എന്നിട്ട് മതി ജാഥ എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ എനിക്കുള്ളത്. കോൺഗ്രസിലെ തമ്മിലടിയെ ജനതാദൾ യുണൈറ്റഡ് നേതാവ് ഷെയ്ഖ് പി ഹാരിസും രൂക്ഷമായി വിമർശിച്ചു. അടിയന്തരമായി UDF വിളിച്ചുകൂട്ടി മേഖലാ ജാഥകൾ നടത്തണമെന്ന് UDF തീരുമാനിക്കണമെന്ന് ഷെയ്ഖ് പി ഹാരിസ് പീപ്പിൾ TVയോട് പറഞ്ഞു. കോൺഗ്രസിന്റെ അനൈക്യം, ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചേരിതിരിവൊക്കെ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ മേഖലാ ജാഥകൾ തുടങ്ങുന്നതിന് മുമ്പ് അടിയന്തരമായി UDF വിളിച്ചു കൂട്ടി ഇത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട സാഹചര്യമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്. അഴിമതി വ്യാപകമെന്ന AK ആന്റണിയുടെ അഭിപ്രായം ശരിവെച്ച് KM മാണി. ഭരണതലത്തിൽ അഴിമതിയുണ്ടെന്ന നേതാക്കളുടെ അഭിപ്രായത്തിന് താൻ മറുപടി പറയേണ്ടതില്ല. പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കുന്നതാണ് മുന്നണികൾക്ക് നല്ലത്. ബാർക്കോഴ അന്വേഷണം വേഗത്തിലാക്കണമെന്നും KM മാണി ആവശ്യപ്പെട്ടു. ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ന്യൂസ് ഇല്ലായിരുന്നു.
അത് സത്യമാണല്ലോ. സമൂഹത്തിൽ എവിടെയും രാഷ്ട്രീയ രംഗത്താവട്ടെ സമൂഹത്താവട്ടെ അഴിമതി വ്യാപകമാണ്. അതിനിപ്പോൾ ഒരു പുതിയ വിഷയമല്ല, അതെല്ലാവരും അംഗീകരിക്കുന്നൊരു വിഷയമാണ്. അഴിമതി ദൂരീകരിക്കേണ്ടതാണ്. അഴിമതി എവിടെയുണ്ടെങ്കിലും അത് ദൂരീകരിക്കണം. അതിനെതിരെ ശക്തമായ നടപടികളുണ്ടാവും. അത് ആരോപണങ്ങൾ ആരോപണം വന്നതുകൊണ്ടായില്ല. ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയും തെളിവുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുക. അങ്ങനെ തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ ശക്തമായ നടപടികൾ അതിനെതിരെ എടുക്കുകയും ചെയ്യുക. അതിപ്പോൾ കോൺഗ്രസ് പറയുന്ന അഭിപ്രായത്തിന് ഞാൻ പറയേണ്ട കാര്യങ്ങളില്ല. അത് അവരുടെ അഭിപ്രായമാണ്. ഞാൻ പിന്നെ ചേർക്കേണ്ട കാര്യമില്ല. മേഖലാ ജാഥകൾ എപ്പോഴും നടക്കണമല്ലോ. മേഖലാ ജാഥകൾ എന്ന് പറയുന്നത് UDFൻ്റെ നയങ്ങൾ വിശദീകരിക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കുന്നതിനും ജനങ്ങളുടെ പിന്തുണ. സംസ്ഥാനത്ത് കനത്ത നാശം വിതച്ച് പെയ്യുന്ന മഴ 2 ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തലസ്ഥാനത്ത് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകും. കേരളത്തിൽ അടുത്ത 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്കൻ കേരളത്തിൽ ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. തലസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായി. വെള്ളക്കെട്ട് മൂലം കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. തലസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളും റോഡുകളും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. പലയിടത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കടൽക്ഷോഭത്തിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും സഞ്ചാരികളും ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പല ജില്ലകളും കടലാക്രമണ ഭീഷണിയിലുമാണ്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ കടൽക്ഷോഭമുണ്ടായി. കനത്ത മഴയിൽ മതിലിടിഞ്ഞ് 2 പേർക്ക് പരിക്കുപറ്റി. കൊച്ചിയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. തീരദേശ നിവാസികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം തലസ്ഥാനത്തെ ഓപ്പറേഷൻ അനന്തയുടെ പുരോഗതി വിലയിരുത്താൻ ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ നേതൃത്വത്തിലുള്ള സംഘം കിഴക്കേക്കോട്ട, ഈഞ്ചക്കൽ, കരിമ്പടം കോളനി തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. കനത്ത മഴ തുടരുന്നത് ഓപ്പറേഷൻ അനന്തയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായി ചീഫ് സെക്രട്ടറി പ്രതികരിച്ചു. ഈ മഴ ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ നമ്മൾ ഒരു 30-ആം തീയതി കൂടി അടുപ്പിച്ച് മഴ പ്രതീക്ഷിച്ചുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് കനത്ത മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇന്നും ഇനി നാളെയും കൂടെ മഴ പെയ്യുന്നു പറയുന്നു. അപ്പോൾ ഈ മഴ കാരണം നമ്മുടെ ഈ ക്ലീനിങ് വർക്ക് കുറച്ച് തടസ്സപ്പെട്ടിട്ടുണ്ട്. അതേസമയം ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 7 അടി വരെ തിരമാല ഉയരാൻ സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാരികൾ കടലിലിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷദ്വീപിന് സമീപം രൂപമെടുത്ത അന്തരീക്ഷ ചുഴിയാണ് കേരളത്തെ കനത്ത മഴയ്ക്ക് കാരണം. നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം മെറിൻ മേരി ചാക്കോ. തിരുവനന്തപുരത്ത് പൊഴിയൂർ കടലിൽ കാണാതായ 5 മൃതദേഹങ്ങൾ കണ്ടെത്തി. തിരുനെൽവേലി സ്വദേശികളായ തയ്യൂബ, മകൾ സബൂറ, സുഹൈൽ, മർസുബ, ഫാത്തിമ എന്നിവരാണ് മരിച്ചത്. ഒരേ കുടുംബത്തിൽപ്പെട്ട ഇവരെ ഇന്നലെ പൂവാറിൽ വെച്ച് ആണ് കടലിൽ കാണാതായത്. സ്കൂൾ അടച്ചതു മുതൽ സബൂറയും മറ്റു കുട്ടികളും ടൂർ പോകാൻ വാശി പിടിക്കുകയായിരുന്നു. ഇന്നലെ പൂവാറിലെത്തി വേളിക്കായലും കണ്ട് നാട്ടിലേക്ക് മടങ്ങാനായിരുന്നു തിരുനെൽവേലിയിലെ 20-അംഗ യാത്രാസംഘത്തിന്റെ പദ്ധതി. 2 ബോട്ടുകളിലായി പൂവാർ പൊഴിത്തീരത്തെത്തിയപ്പോൾ കുട്ടികൾ കടലിലിറങ്ങാൻ വാശി പിടിച്ചു. ശാന്തമായ പൊഴിത്തീരത്ത് കടലിൽ കളിക്കുകയായിരുന്നു തയ്യൂബയും 4 കുട്ടികളും. ആർത്തലച്ചെത്തിയ തിര ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു. തിരമാല സ്വന്തം ഭാര്യയെയും മക്കളെയും വിഴുങ്ങുന്നത് നിസ്സഹായനായി കണ്ടു നിൽക്കാനേ കാജ മൊയ്തീനായുള്ളൂ. ഒരു വീട്ടിൽ താമസിക്കുന്ന 5 ജീവനുകൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായപ്പോൾ ഉല്ലാസയാത്ര ശവഘോഷയാത്രയായി. പിന്നെ കടൽ വിഴുങ്ങിയ ശരീരങ്ങൾക്കായി മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്. പ്രതികൂല കാലാവസ്ഥയിൽ ഇന്നലെ നിർത്തിവെച്ച തിരച്ചിൽ രാവിലെ തുടങ്ങി. രാവിലെ 9 മണിയോടെ കേരള അതിർത്തിയായ കൊല്ലങ്കോട്ട് നിന്ന് 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ കിട്ടി. 1 മണിക്കൂറിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയായ നീരോടിയിൽ നിന്ന് മറ്റ് 3 പേരുടെയും ദേഹങ്ങൾ തീരത്തടിഞ്ഞു. ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഈ കടൽ തിരമാലകളിൽപ്പെട്ട് എന്നേക്കുമായി ഇല്ലാതായത്. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനോടൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കോഴിക്കോട് കടലാക്രമണം രൂക്ഷം. രാവിലെ ഉണ്ടായ കടൽക്ഷോഭത്തിൽ ഒരു വീട് തകർന്നു. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാലവർഷ സമയത്ത് കടലാക്രമണം പതിവാണെങ്കിലും ഇക്കുറി കോതിയിൽ നേരത്തെ തന്നെ ഒരു വീട് കടലെടുത്തു. കടൽ ഭിത്തിയുള്ള പ്രദേശമാണെങ്കിലും ഭിത്തിക്ക് മുകളിലൂടെയാണ് വെള്ളം വീടുകളിൽ ഇരച്ചെത്തുന്നത്. കടലാക്രമണത്തിൽ പരിക്കേറ്റ് നൈനാവളപ്പ് സ്വദേശിനികളായ റസിയ ബി, മകൾ റുഖിയ എന്നിവരെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഇന്നു രാവിലെയാണ് കടൽഭിത്തിയോട് ചേർന്ന വീടുകൾ കടലാക്രമണത്തിനിരയായത്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 9:45 സംഭവം നടക്കുന്നത്. പക്ഷെ കാലാവസ്ഥയിൽ കാലവർഷത്തിൽ പോലും ഇല്ലാത്ത രീതിയിൽ കനത്ത രൂപത്തിലാണ് കടൽ ക്ഷോഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2-3 പേർക്ക് പരിക്ക് പറ്റി. അവരിപ്പോൾ ഹോസ്പിറ്റലിലാണ്. കടൽ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേലിയേറ്റ സമയത്ത് കടൽ കരയിലേക്ക് കയറിയതിനാൽ കടലും കടൽഭിത്തിയും തമ്മിൽ ചുവടുകളുടെ അകലം മാത്രമാണ് ഇപ്പോഴുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കടൽഭിത്തിയായതിനാൽ ഇനിയൊരു കടൽക്ഷോഭത്തെ ചെറുക്കാൻ പര്യാപ്തമല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിനാൽ തന്നെ കാലവർഷ സമയത്ത് വരാനിരിക്കുന്ന കടലാക്രമണത്തെ ഭീതിയോടെയാണ് നാട്ടുകാർ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോട്ടയം തിരുവഞ്ചൂരിൽ ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം അന്യസംസ്ഥാനത്തേക്ക്. മുംബൈ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊല്ലപ്പെട്ടിരുന്നവർ നടത്തിയിരുന്ന ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനത്തിലെ അന്യസംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ മൂലേപ്പറമ്പിൽ ലാൽസൺ, ഇയാളുടെ ഭാര്യ കോട്ടയം ജില്ലാ ആശുപത്രിയിലെ ഹെഡ് നേഴ്സുമായ പ്രസന്ന, ഇവരുടെ മകൻ പ്രവീൺ എന്നിവരെയാണ് അതിദാരുണമായ നിലയിൽ കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയത്. വീടിനോട് ചേർന്ന് പ്രവീൺ നടത്തിയിരുന്ന വാഷ് വേൾഡ് എന്ന ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനത്തിനുള്ളിലാണ് മൃതദേഹങ്ങൾ കണ്ടത്. രാവിലെ തുണി വാങ്ങാനെത്തിയവരാണ് ജനലിലൂടെ പ്രവീണിന്റെ മൃതദേഹം ആദ്യം കണ്ടത്. പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു. ആസിഡ് ഒഴിച്ച ശേഷം കഴുത്തറുത്തും ഇലക്ട്രിക് വയർ ഘടിപ്പിച്ച് ഷോക്കേൽപ്പിച്ചും അതിദാരുണമായാണ് കൊലപാതകം നടത്തിയിരിക്കുന്നതെന്ന് കോട്ടയം SP ദിനേശ് പറഞ്ഞു. അർദ്ധരാത്രിക്കായിരിക്കണം, ഒരു 11 മണിക്ക് ശേഷമായിരിക്കണം. തൊഴിലാളികളുടെ മറ്റ് എല്ലാവരും നോക്കുന്നുണ്ടെങ്കിൽ ഒരാളിൽ മാത്രമാണ് നമുക്ക് ഒരു സംശയമുള്ള ഒരാളാണ് ഈ സംഭവത്തിന് ശേഷം ഇവിടെ കാണാതായ ആളെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം എന്തായാലും നടക്കേണ്ടതായിട്ടുണ്ട്. അതായത് മറ്റേ പ്രവീണിൻ്റെ സഹോദരൻ വന്ന ശേഷം നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. സംഭവത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ നമുക്ക് ഇവിടെ ഒരു കോടാലിയുണ്ട്, ഒരു കത്തി. പ്രവീണിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാനും ശ്രമം നടന്നതായി പോലീസ് പറഞ്ഞു. പ്രവീണിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ അന്യസംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പീപ്പിൾ TV ന്യൂസ്, കോട്ടയം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായ വൈദികനെ കണ്ടെത്താൻ പോലീസ് തെരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു. എറണാകുളം പുത്തൻവേലിക്കര ലൂർദ് മാതാപ്പള്ളി വികാരി ഫാദർ എഡ്വിൻ ഫിഗ്രസിനെതിരെയാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ഫാദർ എഡ്വിൻ ദുബായിലേക്ക് കടന്നതായാണ് സൂചന. 14-കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനിയെ പുത്തൻവേലിക്കര ലൂർദ് മാതാപ്പള്ളിയിലെ വികാരിയായിരുന്ന ഫാദർ എഡ്വിൻ ഫിഗ്രസ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് കാട്ടി പെൺകുട്ടിയുടെ അമ്മയാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ ഫാദർ എഡ്വിൻ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് തന്നോടുള്ള മുൻവൈരാഗ്യമാണ് കേസിന് പിന്നിലെന്ന് കാട്ടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ പരിഗണിച്ച കോടതി മെയ് 5 വരെ വൈദികനെ അറസ്റ്റ് ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകി. പിന്നീട് മുങ്ങിയ വൈദികനെ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് വടക്കേക്കര SI ലുക്കൌട്ട് നോട്ടീസ് നൽകിയത്. അതേസമയം പ്രതി ദുബായിലേക്ക് കടന്നതായും സൂചനയുണ്ട്. ജനുവരിയിൽ തുടങ്ങിയ പീഡനം മാർച്ച് 28 വരെ തുടർന്നതായി പരാതിയിൽ പറയുന്നു. അടുപ്പം കാട്ടി പള്ളിമേടയിൽ വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം. ഇക്കാര്യം പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട്. മാർച്ച് 29-നാണ് പീഡന വിവരം പുറത്തറിയുന്നത്. സംഭവത്തിൽ കോട്ടപ്പുറം രൂപത നടത്തിയ അന്വേഷണവും ഫാദർ എഡ്വിന് എതിരായിരുന്നു. തുടർന്ന് സഭയുടെ എല്ലാ ചുമതലകളിൽ നിന്നും തൃശൂർ അരിപ്പാലം സ്വദേശിയായ വൈദികനെ നീക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്ധനവില വർധനയ്ക്കെതിരെ CPIM രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ RSS അഴിഞ്ഞാടുകയാണെന്നും സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. വീരേന്ദ്രകുമാറും NK പ്രേമചന്ദ്രനും തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. 2 ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ സമാപിച്ചു. അടിക്കടിയുണ്ടാകുന്ന പെട്രോൾ ഡീസൽ വില വർധന ഉൾപ്പെടെ ജനങ്ങളുടെ മേൽ തുടർച്ചയായി സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാർ തുടരുന്നത്. രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ അടിത്തറ തകർക്കുന്ന തരത്തിലുള്ള വർഗീയ അജണ്ടകൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനങ്ങളുടെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും അധികാരങ്ങൾ ഒന്നൊന്നായി കേന്ദ്ര സർക്കാർ കവർന്നെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇടതു ജനാധിപത്യ ശക്തികളുമായി യോജിച്ച് ശക്തമായ പ്രക്ഷോഭത്തിന് പാർട്ടി നേതൃത്വം നൽകുമെന്ന് പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. So on these issues, the Central Committee the Politburo Bureau has decided that the people's protests all over the country must grow, and is called upon we have called upon all our party units to intensify protests on the petrol hikes, petrol and diesel hikes, on the growing agrarian distress, and also on the various other economic measures that are being contemplated. തൊഴിൽ നിയമ ഭേദഗതിക്കെതിരെ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന സമരത്തിന് പിന്തുണ നൽകും. കേരളം അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്ന AK ആന്റണിയുടെ പ്രസ്താവന ഗൗരവമായി കാണണമെന്നും യെച്ചൂരി പറഞ്ഞു. JDU നേതാവ് MP വീരേന്ദ്രകുമാർ, RSP നേതാവ് NK പ്രേമചന്ദ്രൻ എന്നിവർ തന്നെ കണ്ടിരുന്നു.
എന്നാൽ LDF വിപുലീകരണ കാര്യത്തിൽ ചർച്ചകൾ നടക്കേണ്ടത് സംസ്ഥാന ഘടകത്തിലാണെന്നും യെച്ചൂരി വ്യക്തമാക്കി. പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ചുമതലകൾ വീതിച്ചു നൽകുന്ന കാര്യത്തിൽ അടുത്ത കേന്ദ്ര കമ്മിറ്റി അന്തിമ തീരുമാനമെടുക്കും. സംഘടനാ കാര്യങ്ങൾക്കായി നവംബറിൽ ചേരുന്ന പാർട്ടി പ്ലീനത്തിന്റെ പ്രാഥമിക ചർച്ചകളും PB യോഗത്തിൽ നടന്നു. മോഡി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭം ശക്തമാക്കാനാണ് പാർട്ടി കോൺഗ്രസിന് ശേഷം ചേർന്ന ആദ്യ പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ തീരുമാനം. അടുത്ത മാസം ആദ്യം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം കൂടുതൽ സമരപരിപാടികൾക്ക് രൂപം നൽകും. ദില്ലിയിലെ AKG ഭവന് മുന്നിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്.